അമ്മേന്ന് നമ്മൾ കരഞ്ഞുകൊണ്ടാണ് വിളിക്കാൻ പഠിക്കുന്നത്. ഇങ്ങനെ കണ്ടും കേട്ടും പഠിച്ചുമൊക്കെ നേടിയെടുത്ത അറിവുകളും സ്ഥാനമാനങ്ങളും ബുദ്ധിയുമൊക്കെ നമ്മളറിയാതെ ഒരു ദിവസം അങ്ങ് തിരിച്ചെടുക്കുക. ഈ കടല് തിരികെ വിളിക്കുന്നത് പോലെ അവസാനം പഠിച്ചത് ആദ്യം പഠിച്ചത് അവസാനവുമായി മറന്നു പോവുക. 100, 99, 98. തന്മാത്ര സിനിമയിൽ ലാലേട്ടൻ പറയുന്ന പോലെ അഭിജിത്ത് എന്തായിരുന്നു ലാലേട്ടൻ പറയുന്നത്? ഉയരം കൂടുന്നോറും ചായയുടെ ചൂട് കൂടും. അതല്ല മറ്റേ ഡയലോഗ്, സിനിമയിലെ ഡയലോഗ്. എൻ്റെ ചെറിയ മറവിയൊന്നും അൽഷിമാസ് അല്ല. പക്ഷേ തന്മാത്ര സിനിമയിൽ ലാലേട്ടൻ പറയുന്നത് അതൊരു സിനിമ ഡയലോഗ് മാത്രമല്ല, അത് ശരിക്കും അൽഷിമാസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയാണ്. അൽഷിമാസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗാവസ്ഥയാണ്. ലാലേട്ടൻ ആ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ കടൽ തിരിച്ചു വിളിക്കുന്നത് പോലെ നമ്മുടെ ഓർമ്മകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നഷ്ടപ്പെടും. അതിൽ നമ്മൾ അവസാനം പഠിച്ചത് ആദ്യം പഠിച്ചത് അവസാനവും നഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതരം ഒരു രോഗാവസ്ഥയാണ് അൽഷിമസ്. നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ഒരുപാട് കോശങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരു അവയവമാണ്. അതിൽ തലച്ചോറിൻ്റെ കോശങ്ങൾ നമ്മൾ ന്യൂറോൺസ് എന്ന് വിളിക്കും. ന്യൂറോൺസിൽ തന്നെ ശരിക്കൊരു വീട് കെട്ടിപ്പടുക്കുന്ന പോലെ നമ്മൾ ഓരോ കട്ടയായിട്ട് കെട്ടിപ്പടുക്കുന്ന പോലെ ഒരുപാട് ന്യൂറോൺസ് ചേർന്നതാണ് നമ്മുടെ തലച്ചോറും നാഡീവ്യൂഹവും. അപ്പോൾ അത് ക്രമേണ ഓരോരോ കട്ടയായി ഇളകി പോകുന്ന ഒരവസ്ഥയാണ് ഈ അൽഷിമേഴ്സ്. അൽഷിമേഴ്സിൽ സംഭവിക്കുന്നത് പ്രധാനമായിട്ട് 2-3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതിന് 2 തിയറിയും ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഞരമ്പുകളിനകത്ത് ചില പ്രത്യേകതരം പ്രോട്ടീനുകൾ വന്ന് അടിയുന്നതും, മറ്റേതെന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞ കെമിക്കലിൻ്റെ അളവുകളിൽ വരുന്ന പ്രോബ്ലം. അപ്പം എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള കാരണം എന്നുള്ളതിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് പുതിയ മരുന്നുകളും ഒക്കെ അൽഷിമേഴ്സിന് വരുന്നുണ്ട്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് 2 തരത്തിലാണ് അടിയുന്നത്. ഒന്ന് ഈ ന്യൂറോണുകളുടെ ഇടയ്ക്ക് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളിൽ വന്ന് അടിയുന്നു, അവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്നു. മറ്റേതെന്ന് പറഞ്ഞാൽ ന്യൂറോഫിബ്രിലറി ടാങ്കിൾസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ടോ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിൽ ചെറിയൊരു വ്യത്യാസം വന്ന് നമ്മുടെ തലച്ചോറിൻ്റെ ഈ ഞരമ്പുകളുടെ അകത്ത് ചെറിയ ട്യൂബ്യൂളുകളുണ്ട്. ഈ ട്യൂബ്യൂളുകൾ അങ്ങ് അടഞ്ഞു പോകും. എന്നിട്ട് ഇത് കാരണം ആ ഞരമ്പുകൾ അല്ലെങ്കിൽ ന്യൂറോൺസ് ക്രമേണ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവും കുറഞ്ഞു വന്ന് അത് കാരണം നമ്മുടെ ഓർമ്മ, പതുക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണാലിറ്റി അവസാനം ആകുമ്പോഴത്തേക്ക് ഈവൻ നടക്കാനും സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുടുംബാംഗങ്ങളെ പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യം വരും. അതാണ് അൽഷിമേഴ്സ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത് ഈ രോഗം ബാധിച്ച നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ കൂടുതൽ സഹായിക്കാനും പരിചരിക്കാനും അവർക്ക് വേണ്ട റെസ്പെക്റ്റ് നൽകാനും നമ്മളെ സഹായിക്കും.